ഓം ഹരിശ്രീ ഗണപതയേ നമഃ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സുസ്വാഗതം. രാമായണ മാസം ഇന്ന് 21 ദിവസമാണ്. കിഷ്കിന്ധാകാന്ഡം 2 ദിവസത്തെ കഥയിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ കഥയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ശ്രീരാമൻ ലക്ഷ്മണന് ഉപദേശം കൊടുക്കുകയാണ്. ആ ഉപദേശത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രത്തിൽ പോയി എങ്ങനെ ആരാധന നടത്താം, അവതാര പുരുഷന്മാരെ എല്ലാം എപ്രകാരമാണ് കാണേണ്ടത്, ഏത് രൂപത്തിൽ ആരാധിക്കണം എന്നൊക്കെ ശ്രീരാമൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുകയാണ്. അതേ ആരാധനാവിധികൾ, അതായത് ത്രേതായുഗത്തിലെ കാര്യമാണ് നമ്മൾ രാമായണത്തിലൂടെ വായിക്കുന്നതും പഠിക്കുന്നതും അറിയുന്നതും. ആ ത്രേതായുഗത്തിൽ നടന്നു വന്ന പൂജാവിധികൾ തന്നെയാണ് ഇപ്പോൾ ഈ കലിയുഗത്തിലും നാം പിന്തുടരുന്നത്. ഈശ്വരൻ ഏകനാണെന്ന് മനസ്സിലാക്കുക, ആ തത്വത്തെ ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഇന്നത്തെ കഥാഭാഗങ്ങൾ. ശ്രീരാമൻ്റെ വാക്കുകൾ കേൾക്കുക. നാം എല്ലാ ക്ഷേത്രങ്ങളിലും അവതാര പുരുഷന്മാരെ വിഷ്ണുവായിട്ടേ പൂജിക്കാവൂ. ഉദാഹരണത്തിന് രാമനെയും കൃഷ്ണനെയും പരശുരാമനെയും നരസിംഹമൂർത്തിയെയും ഇവരെല്ലാവരും വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണെങ്കിലും നാം അവരെയെല്ലാം വിഷ്ണുവായിട്ട് കണ്ട് പൂജിക്കണം. മഹാവിഷ്ണുവിൻ്റെ രൂപം എല്ലാവരും മനസ്സിൽ ധ്യാനിച്ച് നോക്കുക. വെങ്കടാചലപതിയും മഹാവിഷ്ണു തന്നെ. നമ്മുടെ എല്ലാം നാഥനായ ഈശ്വരൻ ഏകനാണെന്നറിയുക. പഞ്ചഭൂതാത്മകമാണല്ലോ ഈ പ്രപഞ്ചം. അപ്പോൾ സ്വാഭാവികമായും പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെ ആരാധനയും വേണം. പൃഥ്വി, ആപസ്, തേജസ്, വായു, ആകാശം, ഇവയാണ് പഞ്ചഭൂതങ്ങളെന്ന് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം പ്രതീകാത്മകമാണ്. ഈ പ്രതീകാത്മകമായ ഈശ്വര സങ്കല്പത്തിൽ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള ആരാധനയും പ്രതീകാത്മകം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം സാധാരണ ആരാധിക്കുന്നത് ജലഗന്ധ പുഷ്പധൂപ ദീപം കൊണ്ടാണ്. പഞ്ചഭൂതങ്ങളുടെ പ്രതീകങ്ങളാണ് ഇവ 5. ഇവയിൽ ആകാശത്തിൻ്റെ പ്രതീകമായത് പുഷ്പമാണെന്ന് മനസ്സിലാക്കണം. അതിനാൽ പൂജാരി നമ്മുടെ പേരിൽ അർച്ചന നടത്തുമ്പോൾ ആ പ്രാർത്ഥന, അതായത് നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ആ പൂജാരി നമ്മുടെ മീഡിയേറ്ററാണ്. ദേവനിലേക്കോ ദേവിയിലേക്കോ എടുത്ത് ഇങ്ങനെ നമ്മളെ എത്തിക്കുന്നത് ഈ പൂക്കൾ മുഖാന്തരമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിശിഷ്ടമായ വഴിപാട് ഏത് എന്ന് ചോദിച്ചാൽ പുഷ്പാഞ്ജലി എന്ന് പറയേണ്ടി വരും. ക്ഷേത്രത്തിൽ പോകുമ്പോൾ കുറച്ച് പുഷ്പങ്ങളും എണ്ണയും കരുതാൻ മറക്കരുത്. വെറും കൈയോടെ ഒരിക്കലും ക്ഷേത്രത്തിൽ പോകരുത്. ക്ഷേത്ര മതിൽക്കകം മുഴുവൻ ദേവശരീരമാണെന്ന് ഓർമ്മിക്കുക. പ്രസാദം, അർച്ചന, ക്ഷേത്ര വാസ്തു സമുച്ചയം, ബിംബം, അതുപോലെ തന്നെ പുറമതിലടക്കമുള്ള കെട്ടിട സമുച്ചയങ്ങൾ ദേവൻ്റെ സ്ഥൂല ശരീരമാണ് എന്ന് മനസ്സിലാക്കണം. ആ ശ്രീകോവിലിനുള്ളിലെ ബിംബം ആത്മചൈതന്യവത്തായ സൂക്ഷ്മ ശരീരമെന്നും മനസ്സിലാക്കണം. അപ്പോൾ സ്ഥൂല ശരീരം എന്താണെന്ന് പറഞ്ഞു, സൂക്ഷ്മ ശരീരം എന്താണെന്ന് പറഞ്ഞു. ഇനി ഇവയിൽ ഏതെങ്കിലും ഒന്നിന് അശുദ്ധി സംഭവിച്ചാൽ ആ കേട് മറ്റേതിനെയും ബാധിക്കും. അതായത് സ്ഥൂല ശരീരത്തിന് എന്തെങ്കിലും അശുദ്ധി സംഭവിച്ചാൽ അത് ബാധിക്കുന്നത് സൂക്ഷ്മ ശരീരത്തെയും കൂടിയാണെന്ന് അറിയുക. മതിൽക്കകത്ത് എവിടെയും അശുദ്ധി വന്നാൽ അത് ബിംബത്തെയും ബാധിക്കുമെന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളുമായി ക്ഷേത്രദർശനം നടത്തുന്നവർ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിന് ക്ഷീണം വന്നാൽ അത് മനസ്സിനെയും ബാധിക്കില്ലേ? അതുപോലെ മനസ്സിന് കോട്ടം വന്നാൽ അത് നമ്മുടെ ശരീരത്തെയും ബാധിക്കും. ദേവനും ദേവിയും എല്ലാം ഇരിക്കുന്നത് ശ്രീലകത്തല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. ആ ധാരണ തെറ്റാണ്. ക്ഷേത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ആ ദൈവ സാന്നിധ്യം. ഗോപുരദ്വാരത്തിൽ നിന്ന് നാം പ്രതിഷ്ഠാമൂർത്തിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു എന്ന് കരുതി ഈശ്വരനാമം, അതായത് നമ്മുടെ ഇഷ്ടദേവനോ ദേവിയോ ആരാണോ ആ ഈശ്വരനാമം ജപിച്ച് വലത് കൈകൊണ്ട് പടിയിൽ തൊട്ട് വന്ദിച്ച് വലത് കാൽ വെച്ച് വേണം അകത്ത് പ്രവേശിക്കാൻ. ഇത് അനുവാദം ചോദിക്കൽ കൂടിയാണെന്ന് മനസ്സിലാക്കുക. ക്ഷേത്ര മതിൽക്കകത്ത് അനാവശ്യവും ഉച്ചത്തിലുമുള്ള സംസാരമായിരുന്നു. നമുക്കറിയാം, ആ ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്നതും പരസ്പരം കുശല പ്രശ്നങ്ങൾ നടത്തുന്നതും നാം ശ്രദ്ധിക്കാറില്ലേ? അങ്ങനെ ഒന്നും ചെയ്തുകൂടാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ക്ഷേത്ര നിർമ്മാണവും നടത്തിയിരിക്കുന്നത്. ക്ഷയാത്രായതേ ഇതി ക്ഷേത്രം എന്നാണ്. അതായത് പല രൂപത്തിലും ഭാവത്തിലും ഉണ്ടാകുന്ന നാശങ്ങളെ, ക്ഷയങ്ങളെ തരണം ചെയ്യുന്നതേതോ അത് ക്ഷേത്രം.
വ്യക്തിഗതമായ ആവശ്യങ്ങൾക്കപ്പുറം വ്യക്തികളിലുള്ള ധർമ്മചിന്തകളെ വളർത്തി ഭക്തന്മാരെ രക്ഷിക്കുന്ന സങ്കേതമാണ് ക്ഷേത്രമെന്ന് മനസ്സിലാക്കണം. ഈശ്വരവിശ്വാസികളല്ലാത്ത, അതായത് നാസ്തികരായവർ പോലും ചില സമയങ്ങളിൽ സമ്മതിച്ചു തരുന്ന ഒരു വസ്തുതയുണ്ട്. നമ്മുടെ മുന്നിലുള്ള നമ്മളും വസിക്കുന്ന ഈ പ്രപഞ്ചം, അതായത് നാം വസിക്കുന്നതല്ലെന്ന് മനസ്സിലാക്കുക, നമ്മളും, അതായത് മറ്റുള്ള ജീവജാലങ്ങളുടെ കൂടെ നമ്മളും വസിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതും ഒരു യന്ത്രം പോലെ നിയന്ത്രിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അത്ഭുത ശക്തി എപ്പോഴും നമ്മോട് കൂടിയുണ്ടെന്ന വസ്തുത നാം നിശ്ചയമായും അറിഞ്ഞിരിക്കണം. ആ അജ്ഞാത ശക്തി, അതായത് നമ്മയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു അത്ഭുത ശക്തി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ അത്ഭുത ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കണ്ടേ? ആ ശക്തിയെക്കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്ന അവസ്ഥ തന്നെയാണ് നമ്മുടെ എല്ലാം നാശത്തിൻ്റെ പ്രഥമ ഹേതു. ഇങ്ങനെയുള്ളവർ വിശേഷ ബുദ്ധിയില്ലാതെ മൃഗങ്ങൾക്ക് സമമായി വർത്തിക്കുന്നു. ഇനി അജ്ഞാനമാകുന്ന നാശത്തിൽ നിന്നും മോചനം നേടിത്തരുന്ന സങ്കേതമാണ് ക്ഷേത്രമെന്ന് മനസ്സിലാക്കണം. നിസ്വാർത്ഥവും ആത്മാർത്ഥവുമായ ആരാധനയിലൂടെ നമുക്ക് ഇപ്രകാരമുള്ള അജ്ഞാനം അകറ്റാൻ സാധിക്കും. ആ തലത്തിലേക്ക് നാം ഉയരേണ്ടിയിരിക്കുന്നു. കുറച്ചു പേരെങ്കിലും ഇത് ഒരു പ്രകടനമാക്കിയിട്ടുണ്ടെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കാനും ബോധ്യപ്പെടുത്താനും വേണ്ടി ചെയ്യുന്നത് പോലെ തോന്നും. ചിലർക്കാണെങ്കിൽ ഭക്തി, ക്ഷേത്രം ഇതൊക്കെ വെറും വ്യാപാരം മാത്രമാണ്. ഞാൻ പരീക്ഷയിൽ ജയിച്ചാൽ 10 തേങ്ങ അടിച്ചേക്കാം, അങ്ങനെ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ എൻ്റെ വിവാഹം നടന്നാൽ, ഇങ്ങനെ ഓരോരോ ഉപാധികളോടെ ഓഫർ ചെയ്യുകയാണ് നമ്മൾ പലതും. പല പല നേർച്ചകൾ, പല പല ആവശ്യങ്ങൾ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താനും ആ പ്രാർത്ഥനാമൂർത്തിയെ മനസ്സിലേക്ക് ആവാഹിച്ച് അതിലേക്ക് പ്രാർത്ഥനയെ കൊണ്ടെത്തിക്കാനും ഒരു പ്രതീകം ആവശ്യമായി വരുന്നു. ആ ഭഗവാൻ സർവവ്യാപിയാണെങ്കിലും സാധാരണക്കാർക്ക് ഇങ്ങനെയൊരു സങ്കേതം ആവശ്യം തന്നെയാണ്. സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപിക ടേബിളിൽ ഒരു ഗ്ലോബ് വച്ചിട്ട് അത് ഇങ്ങനെ കറക്കി കാണിച്ച് പഠിപ്പിക്കും, അല്ലേ? മറ്റൊരു അധ്യാപിക അവിടെ കുട്ടികളെ തന്നെ മോഡലാക്കി സോളാർ പ്ലാനറ്റ്സ് പഠിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിൽ മറ്റൊരാൾ വെറുതെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കുന്നു, മറ്റൊരാൾ പഠിപ്പിക്കുന്നു, മറ്റൊരാൾ ബോർഡിൽ എഴുതുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഏതാണോ അതാണ് നാം പിന്തുടരേണ്ട വിധി. ഇവിടെയും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമ്പോൾ ഒരു ബിംബം അല്ലെങ്കിൽ ആ പ്രതീകത്തെ അടിസ്ഥാനമാക്കിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമുക്കും ഒരു ബിംബം വേണം, ഒരു പ്രതീകം വേണം, അതാണ് ക്ഷേത്രം. ശുദ്ധാശുദ്ധങ്ങളും വിധി നിഷേധങ്ങളും ചൈതന്യവർദ്ധനയ്ക്കുള്ള ഉപാധികളെന്ന് മനസ്സിലാക്കുക. പൂജകൾ ഭക്തന് വേണ്ടി ചെയ്യുന്ന കർമ്മം മാത്രമാണ് എന്നും മനസ്സിലാക്കണം. ഈ കർമാനുഷ്ഠാനങ്ങൾ ആധ്യാത്മിക ശാസ്ത്ര സംവിധാനമാകയാലും ഭക്തന്മാർക്ക് അതിനുള്ള പരിശീലനമോ സമയമോ ഒന്നും ലഭിച്ചിട്ടില്ലാത്തതിനാലും ഇതിനായി നിയോഗിക്കപ്പെട്ട ആൾ ചെയ്യുന്നു എന്ന് മാത്രം. ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാനായി പൂജാരിമാരെ നിയമിച്ചിരിക്കുന്നു. പൂജകൾ തന്നെ 64 വിധം ഉപചാരങ്ങളോട് കൂടിയവയാണ്. അവ ഇപ്പോൾ 20ഉം 12ഉം ഒക്കെയായി ചുരുങ്ങിയിട്ടുണ്ട്. ദേഹത്തിൽ വസിച്ച് വരദാനങ്ങൾ നൽകി താപത്രയങ്ങൾ നീക്കി. ഈ താപത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം, ഇപ്രകാരമുള്ള താപത്രയങ്ങളെ നീക്കുവാൻ ശക്തമായ ആ ദേവചൈതന്യത്തെ ഭക്തി, ശ്രദ്ധാവിശ്വാസങ്ങൾ കൊണ്ടും വഴിപാടുകളാലും നിത്യവും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുവാനാണ് നാം പൂജകൾ ചെയ്യുന്നത്. എന്തിനാണ് നാം പൂജകൾ ചെയ്യുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും? ഓരോ ഗ്രഹത്തിൻ്റെയും സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില രാശികളിൽ കൂടിയുള്ള പ്രയാണം ഓരോ നാളുകളിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഗുണമായും ദോഷമായും സമ്മിശ്രമായും ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് എല്ലാ മനുഷ്യർക്കും ബാധകവുമാണ്. വിവേകിയായിട്ടുള്ള ഒരു മനുഷ്യൻ അതിന് വേണ്ടതായ പ്രതിവിധികൾ ചെയ്ത് ആ ഗ്രഹപ്പിഴകൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് നിവാരണമായി ആ ദേവജ്ഞന്മാരാൽ നിർദ്ദേശിക്കപ്പെടുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ, പൂജ, പ്രാർത്ഥന, രത്നങ്ങൾ ധരിക്കൽ, വർജിക്കേണ്ട കാര്യങ്ങൾ, ഹവന പദ്ധതി, ഇങ്ങനെ ഓരോന്നും അതാത് ഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ചെയ്യും. അതിനുള്ള ക്രമം, സമിത്തുക്കൾ, അവയുടെ എണ്ണം, ഇവയെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയുമോ? ഇല്ല. അത് പൂജാരിക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഒരു പൂജാരി എങ്ങനെയെല്ലാം ആയിരിക്കണമെന്ന് തന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പൂജാരി
വേദപാരായണ പരിജ്ഞാനിയും ഷോഡശ സംസ്കാരാദി വിധേയനും സ്വബുദ്ധിമാനും വേദാഗമ തന്ത്രാദികളിലെ തത്വങ്ങൾ ഗ്രഹിച്ചവനും മന്ത്രദീക്ഷിതനും ജാഗ്രതയുള്ളവനും തപസ്വിയും ആയിരിക്കണം. അതാത് ദേവതകളെക്കുറിച്ച് പൂർണ്ണജ്ഞാനവും ഉണ്ടായിരിക്കണം. ഇനി ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ കരുതണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കുറച്ച് പുഷ്പങ്ങളായാൽ ഏറ്റവും ഉത്തമം. അതിനുശേഷം ആ പുഷ്പങ്ങൾ എങ്ങനെ ഇരിക്കണമെന്നും കൂടെ ശ്രദ്ധിക്കുക. നിലത്ത് വീണതോ പുഴുക്കുത്തേറ്റതോ വിരിയാത്തതോ ആയ പുഷ്പങ്ങൾ നിഷിദ്ധമാണ്. അതുപോലെ ഉറുമ്പ് മുതലായ പ്രാണികൾ അരിച്ചതും മുടി പറ്റിയതും ആയ പുഷ്പങ്ങളും നിഷിദ്ധമാണെന്നറിയുക. വഴിപാടുകൾ നടത്തുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിന്ന് പ്രാർത്ഥനയോടെ വേണം അത് നടത്തുവാൻ. എന്നാലേ നമുക്കതിന് വേണ്ടിയുള്ള ഫലസിദ്ധി ലഭിക്കൂ. അതിന് ഫലസിദ്ധി ഉണ്ടായാലല്ലേ ആ വഴിപാടിന് നമുക്ക് പ്രയോജനം ലഭിച്ചുവെന്ന് പറയാൻ പറ്റൂ. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും മറ്റെങ്ങും കയറാൻ പാടില്ല. അതുപോലെ ക്ഷേത്രത്തിൽ നിന്ന് വന്ന് നേരെ വീടിനകത്ത് പ്രവേശിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതും കാൽ കഴുകാതെ തന്നെ വേണം വീടിനകത്ത് പ്രവേശിക്കാൻ. ക്രിയാമാർഗോപദേശം എന്ന പേരിൽ ശ്രീരാമൻ കൊടുക്കുന്ന ഈ ഉപദേശം രാമായണം 233 പേജിലാണ് കൊടുത്തിട്ടുള്ളത്. വരികൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കേൾക്ക് നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ. 233 മുതൽ 235 വരെയുള്ള ഈ വരികൾ പഠിക്കുകയോ കേൾക്കുകയോ സ്മരിക്കുകയോ ചെയ്താൽ നിത്യപൂജാഫലമുണ്ടാകും എന്ന് അരുളി ചെയ്തതിന് ശേഷം ആ നാരായണൻ, ആ ഭഗവാൻ സർവേശ്വരൻ വീണ്ടും ദുഃഖിതനായി സീതയെ വിളിച്ചു കരയാൻ തുടങ്ങി. ഹാ ജനകാത്മജേ, സീതേ, മനോഹരേ, ഹാ ജനമോഹിനി നാഥേ, മമ പ്രിയേ, നീ എവിടെ പോയി? ഇങ്ങനെ സീതാദേവിയെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ സൗമിത്രി തൻ്റെ വാക്കുകളാകുന്ന അമൃതം കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഹനുമാൻ കിഷ്കിന്ധയിൽ വാഴുന്ന സുഗ്രീവനെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു. നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം പുരുഷോത്തമനായ സത്യസന്ധനായ ആ രാമൻ ചെയ്തു തന്നുവല്ലോ. നീ ഇപ്പോൾ കിഷ്കിന്ധയിലെ രാജാവായിരിക്കുന്നത് ആ ശ്രീരാമൻ കാരണമാണെന്ന് മറക്കരുത്. എത്ര നാൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുമെന്നും അറിയില്ല. ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോൾ വേണമെങ്കിലും മരണം നമ്മുടെ അടുത്തേക്ക് വന്നെത്തിയെന്നും വരാം. പ്രത്യുപകാരം ചെയ്യാൻ മറക്കുന്നവൻ ചത്തതിനൊക്കും ജീവിച്ചിരിക്കലും. ആ പർവ്വതത്തിന് മുകളിൽ ശ്രീരാമൻ തൻ്റെ സഹോദരനോടുകൂടി ദുഃഖിച്ചു വാഴുകയാണ്. നീ ഇന്ന് ചെല്ലും നാളെ ചെല്ലുമെന്ന് വിചാരിച്ച് ഭവാനെയും കാത്തിരിക്കുകയാണ്. നീ ഇവിടെ ഭാര്യയുമൊത്ത് അങ്ങനെ സുഖിച്ചു വാഴുന്നു. മതിമറന്നു വാഴുന്ന നിന്നെയും ആ ശ്രീരാമൻ എപ്പോൾ വേണമെങ്കിലും വധിക്കാം. ഇത് കേട്ട് സുഗ്രീവൻ ഭയന്നുപോയി. സുഗ്രീവൻ മാരുതിയോട് പറഞ്ഞു, ഇങ്ങനെ പ്രിയം ചൊല്ലുന്ന മന്ത്രിമാരുള്ളത് എപ്പോഴും നല്ലത് തന്നെ. നല്ലത് പറഞ്ഞു തരുന്ന ഒരു മന്ത്രി ഉണ്ടെങ്കിൽ രാജാക്കന്മാർക്ക് ആപത്തുണ്ടാവുകയേയില്ല. പെട്ടെന്ന് തന്നെ 10 ദിക്കുകളിലേക്കും വാനരന്മാരെ അയച്ചിടുക. സപ്തദ്വീപുകളിലും വസിക്കുന്ന വാനരന്മാരെ ഉടനെ വരുത്തുവാനായി 10,000 കപിവീരരെ പെട്ടെന്ന് സന്ദേശം കൊടുത്തയക്കുക. അവരെല്ലാവരും ഒരു പക്ഷത്തിനുള്ളിൽ ഇവിടെ വന്നിരിക്കണം. പക്ഷം കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ അവൻ തീർച്ചയായും വധിക്കപ്പെടും. ഇപ്രകാരം മാരുതിയോട് പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം സുഗ്രീവൻ തൻ്റെ മന്ദിരത്തിലേക്ക് പോവുകയാണ്. മാരുതിയും സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം നാനാ ദിക്കുകളിലേക്കും വാനരന്മാരെ അയക്കുന്നു. ആ പർവ്വതമുകളിൽ സീതയെ കാണാഞ്ഞ് വിരഹതാപത്താൽ തപിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീരാമനാകട്ടെ ലക്ഷ്മണനെ വിളിച്ച് പറയുകയാണ്, പാപിയായ എന്നെ നോക്കൂ കുമാര. ജാനകി മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിക്കുന്നു എങ്കിൽ തന്നെ ഏതവസ്ഥയിലായിരിക്കും എന്നൊന്നും അറിയില്ല. എന്നോട് പ്രീതിയുള്ള ആരെങ്കിലും വന്ന് ജാനകി ജീവിച്ചിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അവനായിരിക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. എവിടെയായിരുന്നാലും ഞാൻ പോയി നിശ്ചയമായും ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരും. ആരാണോ ജാനകീദേവിയെ കട്ടുകൊണ്ടുപോയത് ആ കള്ളൻ്റെ വംശം തന്നെ ഞാൻ ഒടുക്കുന്നുണ്ട്. എന്നെ കാണാതെ ദുഃഖിച്ചിരിക്കുന്ന എൻ്റെ പ്രിയ വല്ലഭേ, നിന്നെ എനിക്കിനി എന്നാണ് കാണാൻ സാധിക്കുക? ശ്രീരാമൻ കരയുകയാണ്. ചന്ദ്രമുഖി, നീ പിരിഞ്ഞു പോയത് കാരണം ചന്ദ്രനും ഇന്ന് ആദിത്യനെ പോലെ ആയിത്തീർന്നു. വിരഹത്തീയിൽ ജ്വലിക്കുകയാണെന്ന് അർത്ഥം. ചന്ദ്ര, നീ നിൻ്റെ നിലാവാകുന്ന കൈകളാൽ നിൻ്റെ ഗോത്രത്തിൽ തന്നെ ജനിച്ച ആ സീതാദേവിയെ തഴുകി അതിനുശേഷം എന്നെയും ഒന്ന് തഴുകുക.
അങ്ങനെ എന്നെ ആശ്വസിപ്പിക്കണേ. ആ സുഗ്രീവനും ഒട്ടും ദയയില്ലാത്തവൻ തന്നെ. അവനും എനിക്ക് തന്ന വാക്ക് വിസ്മരിച്ചു കളഞ്ഞുവല്ലോ. ആ സുഗ്രീവൻ ഇപ്പോൾ ഭാര്യ രുമയുമായി ചേർന്ന് രാത്രിയും പകലും മദ്യവും സേവിച്ച് ശത്രുഭയം ഏതുമില്ലാതെ സുഖമായി കഴിയുന്നു. അവൻ തീർച്ചയായും നന്ദിയില്ലാത്തവൻ തന്നെ. വാക്ക് തന്നതിന് പ്രകാരം ശരത്കാലം കഴിഞ്ഞ് അവൻ വരേണ്ടതായിരുന്നുവല്ലോ. മുൻപ് ഉപകാരം ചെയ്ത എന്നെ അവൻ ഇങ്ങനെ മറന്നു കളഞ്ഞുവല്ലോ. കഷ്ടം, അവൻ ഇങ്ങനെ ചെയ്തല്ലോ. ഇഷ്ടത്തെ ചെയ്തവരെ മറക്കുന്ന ദുഷ്ടന്മാരിൽ ഏറ്റവും മുമ്പിൽ അവൻ തന്നെ. ഇന്ന് ഞാൻ അവനെയും അവൻ്റെ ആളുകളോടും കൂടി കിഷ്കിന്ധയെ തന്നെ ഇല്ലാതെയാക്കുന്നുണ്ട്. അവനും അവൻ്റെ ജ്യേഷ്ഠനായ ബാലിയുടെ ഗതി തന്നെ. ഇത് കേട്ട സൗമിത്രി അത്യധികം ക്രോധത്തോടെ, അവൻ വധിക്കപ്പെടേണ്ടവൻ തന്നെ ജ്യേഷ്ഠ. ആജ്ഞാപിച്ചാലും ഞാൻ ഉടനെ തന്നെ അവൻ്റെ സമീപത്തേക്ക് പോകുന്നതാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് തൻ്റെ ആയുധങ്ങളെല്ലാം എടുത്ത് ലക്ഷ്മണൻ ശ്രീരാമൻ്റെ ആജ്ഞയ്ക്കായി കാത്തുനിന്നു. ഉടനെ ശ്രീരാമൻ പറഞ്ഞു, ഞാൻ ഒന്ന് പറയാം ലക്ഷ്മണ, എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. നമ്മുടെ സുഹൃത്തായ സുഗ്രീവൻ വധിക്കപ്പെടേണ്ടവനല്ല. സാമം ദാനം ഭേദം ദണ്ഡം എന്ന് ചതുരുപായങ്ങൾ നിനക്കറിയില്ലേ? അവനെ ഒന്ന് ഭയപ്പെടുത്തിയാൽ മതി. ബാലിയെപ്പോലെ നിനക്കും കാലപുരത്തിന് പോകാം എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാൽ മതിയാകും. ഇങ്ങനെ പറയുമ്പോൾ സുഗ്രീവൻ എന്തുത്തരം പറയുന്നു എന്ന് കേട്ടിട്ട് വരിക. അതിനനുരൂപമായിട്ട് നമുക്കും അനന്തരകൃത്യങ്ങൾ തീരുമാനിക്കാം. ജ്യേഷ്ഠൻ്റെ വാക്കുകൾ അനുസരിച്ച് ലക്ഷ്മണൻ സുഗ്രീവനെ കാണാനായി കിഷ്കിന്ധയിലേക്ക് നടക്കുകയാണ്. ലക്ഷ്മണൻ്റെ ആ ക്രോധത്തിൽ ആ മർക്കടജാതികളെല്ലാം കിഷ്കിന്ധയോടുകൂടി ദഹിച്ചു പോകുമെന്ന് തോന്നും നമുക്ക്. ആ പോക്ക് കണ്ടാൽ ഇപ്പോൾ എല്ലാം ചുട്ട് കരിക്കുമെന്ന് തോന്നും. വിജ്ഞാനസ്വരൂപനായ സർവജ്ഞനായ അനാകുലനായ ആ ഭഗവാൻ ശ്രീരാമൻ ദുഷ്കൃതങ്ങൾ നീക്കി ലോകത്ത് ശാന്തി ഉണ്ടാക്കാനായി ഒരു അജ്ഞാനിയായ മനുഷ്യനെ പോലെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ നിസ്സാരനായ മനുഷ്യനെ പോലെ കരയുന്നത്? തൻ്റെ താതനായ ദശരഥൻ്റെ വാക്ക് പാലിക്കാനായി ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരുടെ സങ്കടം തീർത്ത് ഭൂമിയിൽ ധർമ്മം പരിപാലിക്കുന്നതിനായിട്ട് പരാപരനായ ആനന്ദമൂർത്തിയായ ജഗന്മയനായ ഭഗവാൻ മനുഷ്യവേഷം ധരിച്ചിരിക്കുന്നു. ഭൂലോകവാസികളായ അജ്ഞാനികളായ സാധാരണ ജനങ്ങൾ ആ മായയാൽ മോഹിച്ച് ആ മോഹത്തിന് അടിമപ്പെട്ട് അവർക്ക് എങ്ങനെ മോക്ഷം സിദ്ധിക്കും എന്ന് ചിന്തിച്ചപ്പോൾ മഹാവിഷ്ണു ഇങ്ങനെ കൽപ്പിച്ചു. ആ ദിവ്യ കഥയെ ഒരു സാധാരണ മനുഷ്യവേഷം ധരിച്ച് മനുഷ്യൻ്റെ എല്ലാ ലോകവ്യാപാരങ്ങളോടും കൂടിയ ആ രാമകഥയെ എല്ലാവർക്കും ആനന്ദദായിനിയായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആ രാമകഥയെ പ്രസിദ്ധയാക്കണം. രാമകഥ പഠിച്ച് സന്തുഷ്ടചിത്തരാകണം. ഈ കഥ പ്രപഞ്ചത്തിലൊക്കെ വ്യാപിക്കാനായി ആ ചിന്മയനായ നിർവികാരനായ സാധാരണ മനുഷ്യൻ്റെ വികാരങ്ങളോട് കൂടിയ കാമം, ക്രോധം, മോഹം, ലോഭം, രാഗം മുതലായ മാനുഷിക വികാരങ്ങളോടുകൂടി കാലത്തിനും ദേശത്തിനും അനുരൂപമായ പ്രവൃത്തികളോടുകൂടി നിർഗുണനായ പരബ്രഹ്മമൂർത്തി സത്വരജസ്തമോ ഗുണങ്ങളെ അനുഭവിക്കുന്നവനായിട്ട് ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഭഗവാനായ ശ്രീരാമചന്ദ്രന് അസാധ്യമായിട്ട് എന്താണുള്ളത്? അന്തര്യാമിയായ ആ സർവേശ്വരൻ അറിയാത്തതായി ഈ ലോകത്തിൽ എന്തുണ്ട്? എന്നിട്ടും സാധാരണ മനുഷ്യനെ പോലെ ദുഃഖിക്കുന്നു. വിജ്ഞാനമൂർത്തിയായ പ്രപഞ്ച സൃഷ്ടിക്ക് തന്നെ സാക്ഷിയായ ഭഗവാൻ അവ്യക്തനാകുന്നു, അദ്വയനാകുന്നു, രണ്ടല്ല ഒന്നാകുന്നു. കാമാദി വികാരങ്ങളൊന്നുമില്ലാത്തവൻ, ഒരാഗ്രഹവും ഇല്ലാത്തവൻ, അവ്യയൻ, ആദിയും അന്തവുമില്ലാത്തവൻ, ദുഃഖമില്ലാത്തവൻ. ഇങ്ങനെയുള്ള ഭഗവാനെ സനകാദി മുനികളെപ്പോലെയുള്ള ദിവ്യസിദ്ധന്മാർക്കേ തിരിച്ചറിയാൻ സാധിക്കൂ. സിദ്ധന്മാരല്ലാത്ത സാധാരണക്കാരായ ഭക്തന്മാർക്ക് അവബോധമുണ്ടാകാൻ ഈ രാമകഥ ഉപകരിക്കും. ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ ചിത്തത്തിനനുസരിച്ച് സംജാതമായതാണ് ഈ ശ്രീരാമചന്ദ്ര കഥ. മുക്തിയെ പ്രദാനം ചെയ്യുന്ന മുനിമാരാൽ പരിസേവിതനായ ആ ശ്രീരാമചന്ദ്ര കഥ. ഈ സമയം ലക്ഷ്മണൻ കിഷ്കിന്ധയിലെത്തിയിട്ട് ആ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് തൻ്റെ വില്ലിന്മേൽ നിന്നും ഒരു ചെറു ഞാണൊലി ശബ്ദം കേൾപ്പിക്കുകയാണ്. ഞാൻ ചെറു ഞാണൊലി ശബ്ദം എന്ന് പറഞ്ഞെങ്കിലും അതൊരു വലിയ ശബ്ദമായിരുന്നു. കോളിംഗ് ബെൽ അടിക്കുന്നത് പോലെ അടിച്ചു കേൾപ്പിച്ചു. വാനരന്മാർ ലക്ഷ്മണനെ കണ്ട് പേടിക്കുകയാണ്. കലപില ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് സംഭ്രമത്തോടെ കല്ലും മരവും എടുത്ത് മുകളിലേക്ക് പാഞ്ഞു കയറിയിട്ട് പേടിച്ചു മലമൂത്ര വിസർജനം ചെയ്തു പോയി എന്നാണ് രാമായണത്തിൽ എഴുതിയിരിക്കുന്നത്. വാനരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരുന്നു. മർക്കടക്കൂട്ടത്തെ നിഗ്രഹിക്കുവാനായി സൗമിത്രി വില്ലുകുലച്ചതായ ആ അവസരത്തിൽ
വാനരന്മാർ പേടിച്ചു പോയതിൽ അതിശയമൊന്നുമില്ല. ലക്ഷ്മണൻ വന്നതറിഞ്ഞ് ഭാഗ്യം അംഗദൻ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അംഗദൻ ആ വാനരന്മാരെയൊക്കെ ആട്ടി ഓടിച്ചിട്ട് ഒറ്റയ്ക്ക് ചെന്ന് നമസ്കരിക്കുന്നു. സംപ്രീതനായ ലക്ഷ്മണൻ അംഗദനെ ആലിംഗനം ചെയ്ത് സസന്തോഷം ഇപ്രകാരം പറഞ്ഞു: "പോകു വത്സ, നിന്റെ പിതൃ സഹോദരനെ കണ്ടു പറയുക. പറഞ്ഞ വാക്കു പാലിച്ചില്ലെങ്കിൽ ഹിതത്തെ ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമായിരിക്കും ഫലം എന്ന്. വീരനായ എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമൻ എന്നോട് പറഞ്ഞയച്ചിരിക്കുന്നത് സുഗ്രീവനെ ഈ ക്ഷണം ബാലിയുടെ പുറകെ അയക്കുവാനാണ്. സുഗ്രീവനും അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും." ഇത് കേട്ട് അംഗദന് ഭയം ഉണ്ടായെങ്കിലും അകത്തുപോയി വന്നിച്ചിട്ട് സുഗ്രീവനോട് പറയുകയാണ്: "ആ ലക്ഷ്മണൻ കോപിഷ്ഠനായി വന്നു നിൽക്കുന്നു. ഇളയച്ഛൻ ഈ കുരങ്ങന്മാരുടെ സ്വഭാവം കളഞ്ഞിട്ട് ചെന്ന് വന്നിച്ച് സ്വീകരിക്കുക, അല്ലെങ്കിൽ ആപത്താണ് എന്നറിയുക." സുഗ്രീവനും ഭയഭീതനായി മാരുതിയെ വിളിച്ച് ലക്ഷ്മണനെ വന്ദിച്ച് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ അംഗദനോടൊപ്പം അയക്കുന്നു. അനന്തരം താരയോട് പറയുകയാണ്: "താരാധിപാനനെ, താരേ, നീ ലക്ഷ്മണൻ്റെ അരികിൽ ചെന്ന് സാരവാക്യങ്ങളാൽ കോപത്തെ ശമിപ്പിച്ചിട്ട് ആ കോപം നീങ്ങിക്കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന് എന്നോടുള്ള ആ നീരസവും നീക്കിക്കളയണം" എന്ന്. ഇവിടെ സുഗ്രീവൻ താരയെ ഏൽപ്പിച്ചിരിക്കുകയാണ് നയചാതുര്യത്തോടെ സംസാരിച്ച് ലക്ഷ്മണൻ്റെ കോപമൊക്കെ അകറ്റിക്കളഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ട് താര മധ്യകക്ഷയെ മധ്യത്തിലുള്ള അറയിൽ നിന്നാണ് ലക്ഷ്മണനെ പ്രതീക്ഷിച്ച് നിന്നു. അപ്പോൾ വാതിൽക്കൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന ലക്ഷ്മണനെ ഇടയ്ക്ക് മധ്യഭാഗത്തുള്ള ഒരു അറയിൽ വെച്ച് ഏകാന്തതയിൽ വെച്ച് സംസാരിച്ച് ആ ദേഷ്യം നീക്കി കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറായി നിന്നു. അംഗദനും മാരുതിയും കൂടി ലക്ഷ്മണനെ വണങ്ങുകയാണ്. ഭക്തിയോടുകൂടി സൗമിത്രിയോട് കുശലപ്രശ്നം നടത്തുന്നു. മാരുതി ചോദിക്കുകയാണ്: "എന്തേ അകത്തേക്ക് വരാതെ പുറത്ത് തന്നെ നിന്ന് കളഞ്ഞത്?" അകത്തേക്ക് എഴുന്നള്ളിയാലും രാജപത്നിമാർ താര, രുമ ഇവർ അവരെയും കണ്ട് നഗരഭംഗിയും ആസ്വദിച്ച് അനന്തരം നാഥനെയും കണ്ടു വണങ്ങിയാൽ, ഇവിടെ നാഥൻ സുഗ്രീവനാണ്, നാഥനെയും കണ്ടു വണങ്ങിയാൽ എല്ലാം പെട്ടെന്ന് സാധ്യമാകും. ഇങ്ങനെ പറഞ്ഞ് കയ്യും പിടിച്ച് സുഗ്രീവ സന്നിധിയിലേക്ക് ആനയിക്കുന്നു. രാജമന്ദിരത്തിനകത്തേക്ക് മന്ദം മന്ദം നടന്ന ലക്ഷ്മണൻ താര നിൽക്കുന്ന മധ്യഭാഗത്തുള്ള ആ അറയിൽ എത്തിയതായ സമയത്ത് താരേശതുല്യമുഖിയായ താര ജഗന്മോഹിനി സുന്ദരി ലക്ഷ്മീ സമാനയായി നിൽക്കുകയാണ്. അവൾ ലക്ഷ്മണനെ വിനീതയായി വണങ്ങുന്നു. പറയുന്നു: "ഇത് അങ്ങയുടെ തന്നെ മന്ദിരമാണെന്ന് അറിഞ്ഞാലും പ്രഭോ, അത്യുത്തമ ഭക്തനായ ആ ഭൃത്യനായ ആ കപീന്ദ്രനോട് ഇങ്ങനെ കോപിച്ചാൽ അവന് പിന്നെ വേറെ എന്ത് ഗതി? ഈ കുരങ്ങന്മാർക്ക് ചാവല്യം കുറച്ച് കൂടുമെന്നറിയരുതോ? ആ പാവം കുറേ കാലമായി ദുഃഖിച്ച് കഴിയുകയല്ലായിരുന്നോ? ഭഗവാൻ ശ്രീരാമൻ്റെ കൃപയാൽ ദാ ഇപ്പോഴല്ലേ ഒന്ന് സ്വസ്ഥനായത്. ദയവ് ചെയ്ത് അതിന് വിപരീതമായി ഒന്നും ചെയ്യല്ലേ. ദയാനിധേ, ഭക്തപരായണ, നാനാഭാഗത്തും സപ്തദ്വീപങ്ങളിലും വാഴുന്ന വാനരന്മാരെ വരുത്തുവാനായി 10,000 കവികളെ സന്ദേശവും കൊടുത്തയച്ചിട്ട് അവർ വരുന്നതും കാത്തിരിക്കുകയാണ്. നോക്കുക, 10 ദിക്കിങ്കൽ നിന്നും വന്നു നിരന്നു തുടങ്ങിയത് കണ്ടോ വാനരന്മാർ. ഒന്നിനും ഒരു താമസവും ഇനി ഉണ്ടാവുകയില്ല. ഈ വന്നണഞ്ഞിരിക്കുന്ന കവിശ്രേഷ്ഠന്മാരെല്ലാം രാക്ഷസകുലം ഒന്നോടെ ഇല്ലാതെയാക്കുവാൻ പ്രാപ്തരാണെന്നറിഞ്ഞാലും ഇപ്പോൾ പുത്രമിത്ര കളത്രാന്വിതയാകിയ പുത്രന്മാർ, മിത്രങ്ങൾ, ഭാര്യ എന്നിവരോടൊന്നിച്ച് വാഴുന്ന അങ്ങയുടെ ഭൃത്യനായ സുഗ്രീവനെ കണ്ടിട്ട് അവനോടൊന്നിച്ച് ശ്രീരാമപാദാംഭോജം വന്ദിച്ച് കാര്യം സാധിക്കാമെന്നറിഞ്ഞാലും." താരയുടെ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ സുഗ്രീവനെ ചെന്ന് കാണുന്നു. ഭയത്തോടും ലജ്ജയോടും കൂടി സുഗ്രീവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ലക്ഷ്മണനെ വന്ദിക്കുന്നു. മത്തനായ കലങ്ങിച്ചുവന്ന കണ്ണുകളോടുകൂടിയ സുഗ്രീവനോട് ലക്ഷ്മണൻ കോപത്തോടെ പറഞ്ഞു: "നീ ആ രഘുത്തമനെ മറന്നു കളഞ്ഞത് എന്തിങ്ങനെ? ആ ബാലിയെ കൊന്ന ശരം ആര്യപുത്രൻ്റെ കയ്യിൽ ഇപ്പോഴും ഭദ്രമായി ഉണ്ടെന്നറിയുക. ജ്യേഷ്ഠനായ ബാലിയുടെ പുറകെ നിനക്കും കലപുരിക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു." ലക്ഷ്മണൻ്റെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞത് മാരുതിയാണ്. "ഇങ്ങനെയൊന്നും പറയല്ലേ സുമിത്രാത്മജ. ശ്രീരാമനോട് അങ്ങയേക്കാൾ ഭക്തിയുള്ളവനാണ് സുഗ്രീവൻ. അത് ഈ കവിശ്രേഷ്ഠനായ സുഗ്രീവൻ ഒരിക്കലും സത്യലംഘനവും ചെയ്യുകയില്ല. ശ്രീരാമന് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് അനന്തര കൃത്യങ്ങൾ ഒന്നൊന്നായി ചെയ്യുകയാണ് ഇദ്ദേഹം. കണ്ടില്ലേ വന്നുകൂടിയ വാനരന്മാരെ. ശ്രീരാമൻ്റെ ഉദ്ദേശ്യം പെട്ടെന്ന് തന്നെ നടപ്പാക്കുന്നതാണ് ഈ കവിശ്രേഷ്ഠൻ." മാരുതി പറഞ്ഞതിനെ കേട്ട് ലക്ഷ്മണൻ ലജ്ജിതനായി നിന്നുപോയി. സുഗ്രീവൻ പെട്ടെന്ന് തന്നെ അർഘ്യപാദ്യാദികളാൽ പൂജിച്ച് മുൻപിൽ ചെന്ന് വീണ്ടും വീണ്ടും വണങ്ങുന്നു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ച സുഗ്രീവൻ എഴുന്നേറ്റിട്ട്
ഇങ്ങനെ പറയുന്നു: ആ രാഘവൻ്റെ കാരുണ്യത്താൽ രക്ഷിക്കപ്പെട്ട ഞാൻ അവിടുത്തെ ദാസനെന്നറിഞ്ഞാലും അരക്ഷണം കൊണ്ട് 3 ലോകങ്ങളെയും ജയിക്കാൻ പ്രാപ്തനായ ആ ഭഗവാനെ സേവിക്കുക മാത്രം, സഹായിക്കുക മാത്രമാണല്ലോ ഞങ്ങളുടെ നിയോഗം. സുഗ്രീവനോട് സൗമിത്രി സസന്തോഷം പറയുകയാണ്: ഞങ്ങളുടെ മനോവിഷമം ഒന്നുകൊണ്ട് മാത്രമാണ് നിന്നോട് ഇങ്ങനെ പരുഷമായി സംസാരിക്കേണ്ടി വന്നത്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. രാഘവൻ അവിടെ നമ്മയും പ്രതീക്ഷിച്ച് ഒറ്റയ്ക്കിരിക്കുകയാണ്. വൈകാതെ അങ്ങോട്ട് പുറപ്പെട്ടാലും. ഇങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും ശ്രീരാമനെ കാണാൻ പുറപ്പെടുകയാണ്. നമുക്കിനി ബാക്കി കഥാഭാഗം നാളെ കേൾക്കാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഹരേ രാമ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.